അബ്ദുൽ വഹാബിനെ പാണക്കാട് തങ്ങൾ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഉന്നതാധികാര സമിതിയാണ് തീരുമാനം കൈക്കൊണ്ടത്. വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് അബ്ദുൽ വഹാബ് പ്രതികരിച്ചു. പാണക്കാട് തങ്ങളുടെ തീരുമാനം വളരെ സന്തോഷത്തോടുകൂടി അംഗീകരിക്കുന്നതായി KP മജീദും പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും പ്രവർത്തക സമിതിയും സമവായത്തിലെത്താനാവാത്തതോടെയാണ് ഹൈദരലി തങ്ങളെ ചുമതലപ്പെടുത്തിയത്. തങ്ങളുടെ തീരുമാനം ഇതായിരുന്നു: രാജ്യസഭ സ്ഥാനാർത്ഥിയായി PV അബ്ദുൽ വഹാബ് സാഹിബിനെ ഞാൻ അഭിപ്രായപ്പെടുന്നു. 2004 മുതൽ 2010 വരെ രാജ്യസഭാംഗമായിരുന്ന വഹാബ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുന്നത് പാർട്ടി നൽകിയ അംഗീകാരമാണെന്നായിരുന്നു വഹാബിന്റെ പ്രതികരണം. വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാനുള്ള ആവേശവും പരിചയം കൊണ്ടും അത് സാധിക്കുമെന്നുള്ള ആത്മാർത്ഥ വിശ്വാസമുണ്ട്. ദൈവസഹായത്താൽ. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തിപരമാണെന്നും കാരണവരുടെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മുനവ്വർ അലി തങ്ങൾ പറഞ്ഞു. ഏത് തീരുമാനവും അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പത്രത്തിലുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇന്നലെ പറയേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഒന്നിച്ച് അളാപ്യമായിരുന്ന് നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെ ഒറ്റക്കെട്ടായി എല്ലാ രീതിയിലും പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കും. തങ്ങളുടെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KP മജീദും പ്രതികരിച്ചു. പാർട്ടിയുടെ ഒരു കീഴ്വഴക്കനുസരിച്ച് തങ്ങൾ അധികാരപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങളെടുക്കാൻ തീരുമാനമാണ് പാർട്ടി തീരുമാനം. വിജയന്റെ സ്ഥാനാർത്ഥിനെ മുതലാളിനെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാക്കുന്നു. ഇത് ലീഗിന്റെ അന്തസത്തയ്ക്കെതിരാണ്. ലീഗ് പാവപ്പെട്ട പട്ടിണിക്കാരുടെ പാർട്ടിയാണ്. ഈ പട്ടിണിക്കാരെ മാപ്പിളയെ വഞ്ചിച്ചു എന്നൊക്കെ അവർ തന്നെ അന്ന് അതിശക്തമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടായതാണ്, പ്രക്ഷോഭങ്ങൾ ഉണ്ടായതാണ്, പോസ്റ്ററൊക്കെ വന്നതാണ്. അത്ര ശക്തമൊന്നല്ല ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ലീഗിൻ്റെ ഇന്നത്തെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലെ താഴെ തട്ടിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഒന്നല്ല. ലീഗിന് രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്ന. ലീഗിന് ആധ്യാത്മികമായിട്ട് തങ്ങളുടെ ഫാമിലി ശക്തമായ അധികാര കേന്ദ്രമുണ്ട്. പക്ഷേ അധികാര കേന്ദ്രത്തെ സ്വാധീനിച്ചത്, അതിൻ്റെ എക്സിക്യൂട്ടീവായി നിന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിലപാടിന് ഇപ്പോൾ ഏറ്റിട്ടുള്ള ചെറിയൊരു തിരിച്ചടി തന്നെയാണിത്. കുഞ്ഞാലിക്കുട്ടി മജീദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഒരു തീരുമാനത്തിനെതിരെ തങ്ങളുടേതായ തീരുമാനം. ഞാനത് ആദ്യമേ തന്നെ തിരുത്തുന്നത്. കാരണം കുഞ്ഞാലിക്കുട്ടി ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ ഏറെക്കുറെ നടക്കുമായിരുന്നു, ഏറെക്കുറെയല്ല സംഭവിക്കുമായിരുന്നു. കാരണം സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാം കുഞ്ഞാലിക്കുട്ടിയാണ് അന്തിമ വാക്ക്. പക്ഷേ അതിനൊരു തിരിച്ചടി ഏൽക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി വലുതാണ്. കാരണം അത് പല സൂചനകളും നൽകുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, സ്വാഭാവികമായിട്ട് ആ അർത്ഥത്തിൽ സൂചനകൾ വളരെ വലുതാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു അപ്രാമാദിത്യം ഈ പാർട്ടിയിലുണ്ടായിരുന്നു. ആരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ ഷാജി മാത്രമാണ് ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്. അതും തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള സീറ്റ് അഴീക്കോട് കൊടുത്തിട്ട് അവിടെ ഷാജി ജയിച്ചു, KM ഷാജി ജയിച്ചു വന്നു. വളരെ കൃത്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കണക്കിൽ ഒരു നല്ല തിരിച്ചടിയാണ് മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് കുറച്ച് കാലങ്ങളായിട്ട് യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങളെ മരണശേഷം യഥാർത്ഥത്തിൽ തങ്ങൾ കുടുംബത്തിൽ കുഞ്ഞാലിക്കുട്ടിനോട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. പക്ഷേ അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യഥാർത്ഥത്തിൽ തങ്ങൾ കുടുംബം ഒറ്റക്കെട്ടായി ഈ PV അബ്ദുൽ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുകയും കുഞ്ഞാലിക്കുട്ടി എതിർക്കുകയും ചെയ്യും. ആ എതിർക്കാനുള്ള കാരണം കുറേ കാലങ്ങളായിട്ട് വഹാബുമായിട്ട് കുഞ്ഞാലിക്കുട്ടിക്കുള്ള പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അഹമ്മദിന് സീറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായപ്പോൾ വഹാബ് ഇടപെട്ട് അഹമ്മദ് സാഹിബിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് TV എന്നൊക്കെ പിന്നെ പിൻവലിഞ്ഞു പോയി. അതോടുകൂടിയിട്ടാണ് ഈ അഹമ്മദ് സാഹിബിന് സീറ്റ് ലഭിച്ചത്. അപ്പോൾ അതിനുള്ള പകരം വീട്ടലും അതിനുള്ള പ്രതിഷേധം കൂടിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി വഹാബിനെ ശക്തമായിട്ട് എതിർത്തത്. മാധ്യമ സുഹൃത്തുക്കൾക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗ് അനുവർത്തിച്ചിരുന്ന ഒരു നയസമീപനമുണ്ട്. അത് നിയമസഭയിലായിരുന്നാലും ശരി, പാർലമെൻറ്റിലായിരുന്നാലും ശരി, മറ്റ് സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ആ മാനദണ്ഡം തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സംഘടനാ പ്രസിഡന്റിനെ കാലാകാലങ്ങളിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ട കക്ഷികളുമായി ആശയവിനിമയം നടത്താറുണ്ട്. അത് പരസ്യമായിട്ടല്ല, അദ്ദേഹം വിളിച്ച് ചോദിക്കേണ്ട ആളുകളോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ചർച്ചകൾ നടത്താറുണ്ട്. നല്ല ഒന്നാന്തരം ചർച്ച സംഘടനാ ചോദിക്കേണ്ട തലത്തിൽ ചോദിച്ചു. പക്ഷേ 14 ജില്ലാ കമ്മിറ്റികളോട് ചോദിച്ചപ്പോൾ 12 ജില്ലാ കമ്മിറ്റി
അധ്യക്ഷന്മാർ നൽകിയ മറുപടി ഒരുപക്ഷെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടോ? അവിടെയാണ് താങ്കളുടെ ആ ഒരു മറുപടിക്ക് വൈരുദ്ധ്യം വരുന്നത്. 12 ജില്ലാ തീർച്ചയായിട്ടും മറുപടി പറയാം. ആ മറുപടി ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ കാലത്ത് തുടർന്ന് വന്ന അതേ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്വകാര്യമായി ജില്ലാ കമ്മിറ്റികളെ വിളിച്ച് കാര്യങ്ങൾ ആശയവിനിമയം നടത്തി. അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു. അത് എത്ര ജില്ല, ആരൊക്കെ, എവിടെയൊക്കെ, എന്തൊക്കെ പറഞ്ഞു എന്നത് ഒരിക്കലും നമ്മൾ അറിയേണ്ട കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ പരിപൂർണമായും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അത് അന്നും വിശ്വാസമാണ്. മുസ്ലിം ലീഗിന് പ്രത്യേകമായ സവിശേഷമായിട്ടൊരു പാരമ്പര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ജില്ല, ആ ഭാഗത്ത്, ഈ ഭാഗത്ത് എന്നൊരു ചർച്ചയെ ഇവിടെ ഉദിക്കുന്നില്ല. അവിടെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ, ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം അവസാനത്തെ മുസ്ലിം ലീഗുകാരനും, നേതാക്കന്മാർ മാത്രമല്ല, അവസാനത്തെ ലീഗിൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകൾ മുഴുവൻ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു തർക്കവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസം, ഏത് വിഷയത്തിലും ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസത്തിൽ വ്യത്യസ്ത ചർച്ചകൾ വന്നു. ഒരുപക്ഷെ ഈ രണ്ടാളോ അല്ലെങ്കിൽ പുറത്തുള്ളയാളെ പറ്റിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, തങ്ങളുടെ തീരുമാനത്തോടു കൂടി എല്ലാം അവസാനിച്ചു. വളരെ സന്തോഷകരമായി കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം കൂടി അവസാനിച്ചു കഴിഞ്ഞോ മോയിൻകുട്ടി? കുഞ്ഞാലിക്കുട്ടി ഒരിക്കലുമില്ല. കുഞ്ഞാലി സാഹിബ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. ഞങ്ങളുടെ ഒരു കൂട്ടുത്തരവാദിത്തമുള്ള നേതൃത്വമാണ് ഞങ്ങളുടേത്. വന്യനായിട്ട തങ്ങൾ, അഹമ്മദ് സാഹിബ്, കുഞ്ഞാലി സാഹിബ് അടക്കമുള്ളവർ തീർച്ചയായും ഒറ്റക്കെട്ടായി ഒരുമിച്ച് സംഘടന നയിച്ചിട്ടുണ്ട്. തുടർന്നും തീർച്ചയായും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. കുഞ്ഞാലിക്കുട്ടി ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് മുനവ്വർ അലി തങ്ങൾക്ക് അറിയാം. അത് മുനവ്വർ അലി തങ്ങൾക്ക് അറിയാം എന്നുള്ളത് വ്യക്തമായിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് പരാജയത്തിന് ശേഷം തങ്ങളുടെ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഇവർ ചർച്ച ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തങ്ങളെ ഡ്രൈവറെ ചാരനായി നിയോഗിച്ചു. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ അതിശയം തോന്നും. അത് വളരെ വ്യക്തമായിട്ട്, അതായത് ഈ തങ്ങൾ ഫാമിലിയിൽ നടക്കുന്ന ചർച്ച, കാറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ച കുഞ്ഞാലിക്കുട്ടി കൃത്യമായിട്ട് അറിയുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശിഹാബ് തങ്ങൾ മരിച്ചതിന് ശേഷം മുനവ്വർ അലി തങ്ങൾ ആ ഡ്രൈവറോട് ഈ വളപ്പിക്ക് ചവിട്ടരുതെന്ന് പറഞ്ഞു. ഇതാണ് കുഞ്ഞാലിക്കുട്ടി. അതാണ് കുഞ്ഞാലിക്കുട്ടി പുറത്തേക്ക് എന്ത് ബഹുമാനം തങ്ങന്മാരെ പറ്റി അദ്ദേഹത്തിൻ്റെ കാര്യം നേടാൻ ഏത് അറ്റം വരെയും പോകും. ഇന്ന് ആ ഡ്രൈവർ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം പ്രൈവറ്റ് ഡ്രൈവറായിട്ട് നടക്കുകയാണ്. ഇത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മുനവ്വർ അലി തങ്ങളെ കുടുക്കിയതാണ്. മുനവ്വർ അലി തങ്ങൾ ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിൻ്റെ പ്രസ്താവന നടത്തുമ്പോൾ വളരെ കൃത്യമാണ്. എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കുടുക്കിയിട്ട് തങ്ങളെ ഈ ഹൈദരലി തങ്ങൾക്കുള്ള ഒരു പിന്നെ ചൂണ്ടുപലകയാണത്. അതായത് വേണ്ടി വന്നാൽ കുടുംബത്തിൽ പ്രശ്നം. കാരണം കുടുംബത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചെറിയ മകനാണ്. അദ്ദേഹത്തെ കൊണ്ട് പോസ്റ്റ് ഇടിക്കുകയാണ്. 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പറയുന്നത്. അത്തരം ഒരു സംഗതി പരസ്യമായിട്ട് പറയിപ്പിക്കുകയാണ്. ഇത് അവിടെ പാണക്കാട് ഇവരെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ വീടുകളും കാണാം. അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം മുനവ്വർ അലി തങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചെന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ മതി.